ജീവിക്കാൻ അറിയാൻ പാടില്ലാത്തവൻ എന്നൊക്കെ അപ്പോഴും അച്ഛന് പരിഹാസം മാത്രമായിരുന്നുള്ളു. എന്നിട്ടും അച്ഛനെ കുറ്റം പറയുകയാണ് മക്കള്. നാണില്ല നിനക്കൊക്കെ. ഇപ്പോഴും നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും മക്കളും വരെ ഇപ്പൊ അച്ഛനെ കുറ്റം പറയാണ്. എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടേ ഉള്ളൂ നിന്റെ അച്ഛൻ. ആരെങ്കിലും ഒന്നും ഇപ്പോഴും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും നിന്നെയൊക്കെ സ്നേഹം കൊണ്ട് കൂടണില്ലേ? കയ്യിലെങ്കിലും കൊണ്ടുതരുന്നത് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും നിനക്കൊക്കെ വാങ്ങി തന്നിട്ടില്ലേ? അതിന് നന്ദി എന്താ നിനക്ക്? ഇതൊക്കെ എവിടുന്ന് വാങ്ങിക്കൊണ്ടെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ചില പെൻസിലുകളുടെ പുറകിൽ ഈ മായ്ക്കുന്ന റബ്ബർ ഉള്ളത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മായ്ച്ചു കളഞ്ഞ് വീണ്ടും എഴുതിയിട്ടുമുണ്ട്. തെറ്റിയത് മായ്ച്ചു കളഞ്ഞ് വീണ്ടും എഴുതിയപ്പോൾ ആദ്യം എഴുതിയതിനേക്കാൾ മനോഹരമായിട്ടുമുണ്ട്. ജീവിതവും അങ്ങനെയാണ്. സഞ്ചരിച്ചു പോകുന്ന മാർഗങ്ങളിൽ തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ അത് മായ്ച്ചു കളയാനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ തന്നെ ബാക്കിയുണ്ട്. എന്നിട്ട് മനോഹരമായി എഴുതാം. അത് മനോഹരമാക്കുകയും ചെയ്യാം. അതിനു പകരം പേപ്പർ കീറിക്കളഞ്ഞിട്ടോ പെൻസിൽ ഒടിച്ചു കളഞ്ഞിട്ടോ കാര്യമില്ല, ജീവിതം അവസാനിപ്പിച്ചിട്ടും. ചില പെൻസിലുകളുടെ പുറകിൽ